Hi children, welcome to GK class. Take your GK textbook. Today we can start with the lesson Science Around Us. Science Around Us. Inventors and discoverers. Read the clues and write the name of inventors or discoverers. Choose from the box. കുറച്ച് ഇൻവെന്റേഴ്സിന്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. അത് ആരൊക്കെയാന്നുള്ളത് ആ ക്ലൂസ് നോക്കിയിട്ട് ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വില്യം കോൺറാഡ് റോൺഷൻ, ഹംഫ്രി ഡേവി, ഫ്രെഡറിക് മിയസ്റ്റർ, നിക്കോള ടെസ്ല, ഗലീലിയോ ഗലീലി, ജോണസ് സോക്ക് ആൻഡ് ലൂയിസ് പാസ്റ്റർ. ഇത്ര ഇൻവെന്റേഴ്സിന്റെ പേരാണ് അവിടെ തന്നിട്ടുള്ളത്. First question, read the clues and write the name of the inventor or discoverer. This French chemist and microbiologist lived in the 19th century. 19th century ജീവിച്ചിരുന്ന ഒരു ഫ്രഞ്ച് കെമിസ്റ്റ് ആണ്, മൈക്രോബയോളജിസ്റ്റ് ആണ്. He discovered that microorganisms cause fermentation and disease. അദ്ദേഹം എന്താ കണ്ടെത്തിയത്? മൈക്രോ ഓർഗാനിസം ഫെർമെന്റേഷനും അതുപോലെ തന്നെ ഡിസീസസിനും കാരണമാവുന്നത് കണ്ടെത്തി. He developed vaccine for anthrax and rabies. ആന്ത്രാക്സിനും റാബീസിന്റെയും വാക്സിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആരാണ്? ലൂയിസ് പാസ്റ്റർ. ലൂയിസ് പാസ്റ്റർ. Okay, next fourth question. This American physician and medical researcher discovered and developed the first safe and effective polio vaccine in 1955 at a time when America feared polio as much as atomic bomb. This American physician മെഡിക്കൽ റിസർച്ചറും ആണ്. അദ്ദേഹം എന്താ കണ്ടെത്തിയത്? ഫസ്റ്റ് സേഫ് ആൻഡ് ഇഫക്റ്റീവ് പോളിയോ വാക്സിൻ 1955 കണ്ടെത്തി. ആ സമയത്ത് അമേരിക്കക്കാരിൽ പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് അവർ അറ്റോമിക് ബോംബ് പോലെ തന്നെ അത്രയും പേടിച്ചിരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ആരാണ് ഈ പോളിയോ വാക്സിൻ കണ്ടെത്തിയത്? ജോണസ് സോക്ക്. ജോണസ് സോക്ക്. Okay, now look at second question. He was a British inventor ആണ്, chemist ആണ്, philosopher ആണ്, who contributed to the discovery of chlorine and iodine. Iodine, chlorine കണ്ടെത്തുന്നതിൽ കുറെ സംഭാവനകൾ നടത്തിയിട്ടുള്ള ആളാണ്. അയഡിന്റെയും ക്ലോറിന്റെയും കണ്ടെത്തലിന്. In 1815 he invented a safety lamp for coal miners. 1815 സേഫ്റ്റി ലാമ്പ് കണ്ടെത്തി. ആരാണ്? ഹംഫ്രി ഡേവി. ഹംഫ്രി ഡേവി. Okay, third question. This Serbian American inventor pioneered some of the world's most amazing inventions. വേൾഡിലെ കുറെ അമേസിംഗ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. He invented the alternating current electric motor. എന്താ കണ്ടെത്തിയത്? Alternating current electric motor കണ്ടെത്തിയ ആളാണ്. ആരാണ്? നിക്കോള ടെസ്ല. നിക്കോള ടെസ്ല. Okay. Now fifth question. A Swiss biologist and physician. Biologist ആണ്, physician ആണ്. He discovered DNA in white blood cells. വൈറ്റ് ബ്ലഡ് സെൽസിലെ DNA കണ്ടെത്തി. ആ DNA, he named the substance ന്യൂക്ലിയൻ. ന്യൂക്ലിയൻ എന്നുള്ള പേരാണ് ആ സബ്സ്റ്റൻസിന് കൊടുത്തിട്ടുള്ളത്. ആരാണ്? ഫ്രെഡറിക് മിയസ്റ്റർ. ഫ്രെഡറിക് മിയസ്റ്റർ. And sixth question. This German physicist discovered X-ray. X-ray കണ്ടെത്തിയിട്ടുള്ള ആളാണ്. He won the Nobel Prize in Physics in 1901 for this path-breaking invention. 1901 നോബൽ ഫിസിക്സിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എന്തിനാണ്? പാത്ത് ബ്രേക്കിംഗ് ഇൻവെൻഷൻ, ലൈറ്റ് റേസിന്റെ ഒക്കെ ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തിയതില് എന്താണ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ആർക്കാണ്? വില്യം കോൺറാഡ് റോൺഷൻ. വില്യം കോൺറാഡ് റോൺഷൻ. Okay, last question. This physicist, astronomer and mathematician was born in 1564 in Pisa, Italy. ഇറ്റലിയിലെ പിസയില് 1564 ജനിച്ചിട്ടുള്ള ഫിസിസ്റ്റ് ആണ്, ആസ്ട്രോണമർ ആണ്, മാത്തമാറ്റീഷ്യൻ ആണ്. He invented the thermometer and developed telescope. തെർമോമീറ്റർ കണ്ടെത്തി, ടെലിസ്കോപ്പ് ഡെവലപ്പ് ചെയ്തു. He also propounded the law of pendulum. law of pendulum ലോ ഓഫ് പെൻഡുലത്തെയും കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? ഗലീലിയോ ഗലീലി. ഗലീലിയോ ഗലീലി. ഓക്കെ, നെക്സ്റ്റ് ടെക് ടേംസ്. ടെക് ടേംസ്. റീഡ് ദ ക്ലൂസ് ആൻഡ് കംപ്ലീറ്റ് ദ വേർഡ് പസിൽ. വേർഡ് പസിൽ ആണ്. ക്ലൂസ് നോക്കിയിട്ട് വേർഡ് പസിൽ ഫിൽ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ പേഴ്സൺ ഹു പോസ്റ്റ് ഇൻഫ്ലമേറ്ററി മെസ്സേജസ് ഇൻ ഓൺലൈൻ ഫോറംസ് സച്ച് ആസ് ചാറ്റ് ഓർ എ ബ്ലോഗ്. അക്രോസ് ക്വസ്റ്റ്യൻ ആണ്. പേഴ്സൺ ഹു പോസ്റ്റ് മറ്റുള്ളവരെ മറ്റുള്ളവരെ കളിയാക്കുന്ന ടൈപ്പ്, ദേഷ്യപ്പെടുപ്പിക്കുന്ന ടൈപ്പ് പോസ്റ്റുകള്
ഇടുന്നതിന് എന്താ പറയുന്നത്? പേഴ്സൺ ഹു പോസ്റ്റ്, മറ്റുള്ളവരെ ക്ഷുഭിതമാക്കുന്ന, ദേഷ്യപ്പെടുപ്പിക്കുന്ന രീതിയിലുള്ള മെസ്സേജസ് ഓൺലൈൻ ഫോറത്തിൽ ഇടുന്നതിന് പറയുന്നതാണ് ട്രോൾ എന്ന് പറയും. ട്രോൾ ഇടുക എന്ന് പറയില്ലേ? ഫസ്റ്റ് വൺ ട്രോൾ. പേഴ്സൺ ഹു പോസ്റ്റ്, മറ്റുള്ളവരെ കളിയാക്കുക, ട്രോൾ ഇടുക. And fifth question, a graphic image representing a person who is an online user. A graphic image representing a person, ഒരു പേഴ്സണെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്രാഫിക് ഇമേജിന് പറയുന്ന പേരാണ് അവതാർ. Fifth one answer, avatar. And sixth, visual representation of complex information so that data is easily understandable. Complex ആയിട്ടുള്ള ഇൻഫർമേഷന് വിഷ്വൽ റെപ്രസെന്റേഷൻ കൊടുക്കുമ്പോൾ അതിന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഏതാണത്? സിക്സ്ത് വൺ ആൻസർ, ഇൻഫോഗ്രാഫിക്. ഇൻഫോഗ്രാഫിക് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഫർമേഷനെ വിഷ്വൽ റെപ്രസെന്റേഷനിലൂടെ സിമ്പിൾ ആക്കി മാറ്റുന്നതാണ് ഇൻഫോഗ്രാഫിക്. And seventh one, a set of characters which have the same characteristics such as Helvetica, Arial and Times. Helvetica, Arial, അതുപോലെ തന്നെ ടൈംസ് പോലെയുള്ള ഫോണ്ട് പോലെയുള്ള സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിന് പറയുന്ന പേരാണ് ടൈപ്പ് ഫേസ്. ടൈപ്പ് ഫേസ്. Ninth one, a personal website or web page. ഒരാളുടെ പേഴ്സണൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് പേജ് ആണ് on which individual records, ഒപ്പീനിയൻസ് ആൻഡ് ലിങ്ക്സ് ആർ മെൻഷൻ. അവരവരുടെ ഒപ്പീനിയൻസ് ഒക്കെ മെൻഷൻ ചെയ്യാൻ പറ്റുന്ന പേഴ്സണൽ വെബ്സൈറ്റിന് പറയുന്ന പേരാണ് ബ്ലോഗ്. ബ്ലോഗ്. ഓക്കെ, നൗ ഡൗൺവേർഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, data sent and received by the people who visit a website. Data sent, data അയക്കാനും റിസീവ് ചെയ്യാനും പറ്റും ഒരാൾക്ക് ആ വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത്. അതേതാണ്? ട്രാഫിക്. ഫസ്റ്റ് വൺ ട്രാഫിക്, അതിനെയാണ് ട്രാഫിക് എന്ന് പറയുന്നത്. സെക്കൻഡ്, എ മെമ്പർ ഓഫ് an ഓൺലൈൻ ഫോറം who reads but does not contribute. ഓൺലൈൻ വെബ്സൈറ്റിലെ മെമ്പർ ആണ് who reads, അതിൽ വരുന്ന മെസ്സേജസ് ഒക്കെ റീഡ് ചെയ്യാൻ പറ്റും but does not contribute. എന്താണ് സെക്കൻഡ് വൺ? ഡൗൺവേർഡ് ക്വസ്റ്റ്യൻ, lurker. And third one, a computer's operating system. Third one, a computer's operating system. Computers operating system ആണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. Fourth, a free content management system which is also a popular blogging tool. Free content management system ആണ്, അത് മാത്രമല്ല ബ്ലോഗിംഗ് ടൂൾ ആണ്. ബ്ലോഗിംഗ് ടൂൾ ഏതാണ്? ഫോർത്ത് വൺ. ഫോർത്ത് വൺ വേർഡ്പ്രസ്. ഫോർത്ത് വൺ വേർഡ്പ്രസ്. ബ്ലോഗിംഗ് ടൂൾ ആണ് വേർഡ്പ്രസ് എന്ന് പറയുന്നത്. A digital book that can be read on a computer, e-reader or any electronic device. ഒരു ഇലക്ട്രോണിക് ഡിവൈസിലെ കമ്പ്യൂട്ടർ, ഇ റീഡറിലൊക്കെ ഉള്ള ഇലക്ട്രോണിക് ഡിവൈസിലുള്ള ഡിജിറ്റൽ ബുക്കിനെ പറയുന്ന പേരെന്താണ്? ഇ ബുക്ക്. എയ്ത്ത് വൺ, ഇ ബുക്ക്. ഓക്കെ, നെക്സ്റ്റ് റാപ്പിഡ് ഫയർ റൗണ്ട്. Pick the correct answer. Which property gives a drop of water its spherical shape? ഒരു വാട്ടർ ഡ്രോപ്സിന് സ്പെറിക്കൽ ഷേപ്പ് ആണ് പറയുന്നത്. ഏത് പ്രോപ്പർട്ടി? ഫിസിക്സിൽ പഠിക്കുന്നതാണ് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ എന്നുള്ള പ്രോപ്പർട്ടിയിലാണ് വാട്ടർ ഡ്രോപ്സിന്റെ സ്പെറിക്കൽ ഷേപ്പിനെ കുറിച്ച് പറയുന്നത്. Second, name the technique designed to extract natural gas and oil from rock. റോക്കിൽ നിന്ന് നാച്ചുറൽ ഗ്യാസിനെയും ഓയിലിനെയും എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫ്രാക്കിംഗ്. Third one, what is the term for a printed document as opposed to an electronic document? Dead tree version. Dead tree version. Printed document. Dead tree version. What does DNA stands for? DNA, deoxyribonucleic acid. Deoxyribonucleic acid. Okay, next, true or false question. There are 4 dwarf planets in our solar system. There are 4 dwarf planets in our solar system. That is false statement. 4 അല്ല 5 dwarf planets ആണ് ഉള്ളത്, കുള്ളഗ്രഹങ്ങൾ. Second, plaster of Paris is made by heating gypsum. Plaster of Paris ഉണ്ടാക്കുന്നത് ജിപ്സത്തിനെ ഹീറ്റ് ചെയ്തിട്ടാണ്. That is true statement. Third, virus which attacks our computer stands for. Virus എന്ന് പറയുന്നത് vital information resource under siege. True ആണ്. Vital information resource under siege. Fourth, Bluetooth, the wireless form of communication, was named after a Danish king. True. Bluetooth, the wireless form of communication, was named after a Danish king. That is true statement. So, last one, filling the blanks, choose from the box. What are the options? Motherboard, butane,
cat, and thiamine. First one, another name for vitamin B1 is thiamine. Another name for vitamin B1 is thiamine. Vitamin B1 ന്റെ വേറൊരു പേരാണ് thiamine. The main gas in liquefied petroleum gas is butane. Liquefied petroleum gas നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന LPG യിലെ main gas ആണ് butane. Third one, a computer technology that is used to design things such as furniture, vehicles, and buildings is called a CAD. Computer technology that is used to design things such as furniture, vehicles, and buildings is called CAD. Fourth one, all parts of computers such as CPU, memory, hard drive, sound card, etc. are connected together by the motherboard. Motherboard, all parts of computers such as CPU, memory, hard drive, sound card, etc. are connected together by the motherboard. Okay, children, copy all answers to your textbook and study well. Thank you.